E1 എന്ന് പറയുന്നത് ഇമേജ് ഓഫ് പി ആയിട്ടും E2 എന്ന് പറയുന്നത് കേണൽ ഓഫ് പി ആയിട്ടും എടുക്കുന്നത്. നമുക്ക് കാണിക്കേണ്ടത് E1 പ്ലസ് E2 എന്ന് പറയുന്നത് ഡയറക്റ്റ് സം ആണെന്നാണ് കാണിക്കേണ്ടത്. എന്ന് വെച്ചാൽ E1 പ്ലസ് E2 ഈക്വൽ ടു E ആണെന്നും E1 ഇൻ്റർസെക്ഷൻ E2 എന്ന് പറയുന്നത് 0 ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഏതൊരു പോയിൻ്റ് ഇയിൽ നിന്ന് ഒരു എക്സ് എടുക്കുകയാണെങ്കിലും അതിനെ നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റണം അല്ലേ. E1 പ്ലസ് E2 എന്ന് പറയുന്ന ഒരു ഫോമിൽ എഴുതാൻ പറ്റണം. E1 എന്ന് പറയുന്നത് എന്താ, ഇമേജ് ഓഫ് പിയിലുള്ള പോയിൻ്റാണ്. E2 എന്ന് പറയുന്നത് കേണൽ ഓഫ് പിയിലുള്ള പോയിൻറ്റുകളാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുമോ നോക്കാം. ഞാൻ എക്സിനെ എഴുതുന്നത് എങ്ങനെയാണെന്നറിയോ, പി എക്സ് പ്ലസ് ഐ മൈനസ് പി ഓഫ് എക്സ് എന്ന് എഴുതാം. ഇതെന്താ വരിക, പി എക്സ് പ്ലസ് ഐ എക്സ് മൈനസ് പി എക്സ് എന്ന് വരും. ഇത് രണ്ടും കട്ട് ചെയ്ത് പോയ എക്സ് തന്നെയല്ലേ വരിക. അപ്പം നമുക്ക് എക്സിനെ ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റുമെന്ന് ഉറപ്പിക്കാമല്ലോ. നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റും. ഇനി നോക്കിയേ, ഈ പി എക്സ് എന്ന് പറയുന്നത് എന്താ, പി എക്സ് എന്ന് പറയുന്നത് പിയിൻ്റെ ഇമേജ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ ഇമേജ് പി എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഇനി ഐ മൈനസ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ, കേണൽ ഓഫ് പി അല്ലേ. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇമേജ് ഓഫ് ഐ മൈനസ് പി എന്ന് തന്നെ എഴുതാം, ഇമേജ് ഓഫ് ഐ മൈനസ് പി. ഇനി നമുക്കറിയാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ്, കേണൽ ഓഫ് പി എന്ന് പറയുന്നത് ഇമേജ് ഓഫ് ഐ മൈനസ് പിക്ക് ഈക്വലാണ്. അപ്പോൾ നമുക്ക് ഇത് ഇമേജ് ഓഫ് പി ആണെന്ന് കിട്ടി, ഈ ടേം കേണൽ ഓഫ് പി ആണെന്ന് കിട്ടി. അതല്ലേ നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യണ്ടേ. അപ്പോൾ ആദ്യം പ്രൂവ് ചെയ്യാനുള്ളത് നമുക്ക് കിട്ടി E1 പ്ലസ് E2 ഈക്വൽ ടു E എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ കാണിക്കേണ്ടത്, E1 ഇൻ്റർസെക്ഷൻ E2 ഈക്വൽ ടു 0 എന്നാണ് കാണിക്കേണ്ടത്. E1 ഇൻ്റർസെക്ഷൻ E2 ഈക്വൽ ടു 0 എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് E1 ഇൻ്റർസെക്ഷൻ E2വിൽ നിന്ന് ഞാനൊരു എക്സിനെ എടുക്കുന്നു. ആ എക്സിൻ്റെ വാല്യൂ 0 ആണെന്ന് കാണിച്ചാൽ പോരെ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെടുക്കുന്നു, എക്സ് എന്ന് പറയുന്നത് E1 ഇൻ്റർസെക്ഷൻ E2വിൽ നിന്ന് എടുക്കുന്നു. E1ൽ ആരാ ഉള്ളത്, ഇമേജ് ഓഫ് പിയിലെ പോയിൻറ്റ്സുകളാണ്. E2വിൽ ആരാ ഉള്ളത്, കേണൽ ഓഫ് പിയിലെ പോയിൻറ്റ്സുകൾ. ഇമേജ് ഓഫ് പിയിലുള്ള പോയിൻറ്റ്സുകൾ എന്ന് പറയുമ്പോൾ എനിക്കതിനെ കേണൽ ഓഫ് ക്യൂവിലുള്ള പോയിൻ്റ് എന്ന് എഴുതിക്കൂടെ. എന്തുകൊണ്ടാണ്, നമുക്കറിയാവുന്നൊരു പ്രോപ്പർട്ടിയാണ്, ഇമേജ് ഓഫ് പിനെ നമുക്ക് എങ്ങനെ എഴുതാം, കേണൽ ഓഫ് ഐ മൈനസ് പി എന്ന് എഴുതാൻ പറ്റും. ഇൻ്റർസെക്ഷൻ ഈ ടേം കേണൽ ഓഫ് പി എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ കേണൽ ഓഫ് ഐ മൈനസ് പിയിലുള്ള പോയിൻ്റ് ഇൻ്റർസെക്ഷൻ കേണൽ ഓഫ് പിയിലുള്ള പോയിൻ്റ്. കേണൽ ഓഫ് ഐ മൈനസ് പിയിലെ പോയിൻറ്റുകൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ എഴുതുക, ഐ മൈനസ് പി ഓഫ് എക്സ് എന്നല്ലേ എഴുതുക. കേണൽ ഓഫ് ഐ മൈനസ് പി എന്ന് പറയുന്നത് ഐ മൈനസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് വരും. ഇനി കേണൽ ഓഫ് പിയിലെ പോയിൻറ്റുകൾ നമ്മൾ എങ്ങനെ എഴുതുക, പി എക്സ് ഈക്വൽ ടു 0 എന്ന് വരും. ഇനി ഇവർ തമ്മിൽ ഞാനങ്ങ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, ഇവർ ഈ രണ്ട് ടേം അങ്ങ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, പി എക്സ് പ്ലസ് ഐ മൈനസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് വരുമല്ലോ. പി എക്സ് പ്ലസ് ഐ മൈനസ് പി ഓഫ് എക്സ് എന്താ, എക്സ് അല്ലേ. അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ E1 ഇൻ്റർസെക്ഷൻ E2വിൽ നിന്നൊരു പോയിൻ്റ് എക്സ് എടുത്തു, ആ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, 0 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതും പ്രൂവ് ചെയ്തു. അപ്പോൾ E1 പ്ലസ് E2 E ആണെന്നും കിട്ടി, E1 ഇൻ്റർസെക്ഷൻ E2 0 ആണെന്നും കിട്ടി. അതിനർത്ഥം എന്താ, E1 പ്ലസ് E2 എന്ന് പറയുന്നത് ഡയറക്റ്റ് സം ആണെന്നാണ്.